കഞ്ഞി പ്രതീക്ഷിച്ച് ബിരിയാണി കിട്ടിയ അവസ്ഥയായിരുന്നു ഈ കഴിഞ്ഞ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കണ്ടു മടുപ്പിച്ച മാച്ചുകളും അതുപോലെ തന്നെ വലിയ ഹൈപ്പൊന്നുമില്ലാത്ത മാച്ചുകളും തന്നെയായിരുന്നു സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു ഇവന്റിനെ ഏറ്റവും കൂടുതൽ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നത് തിരിച്ചുവരവുകൾ തന്നെയായിരുന്നു. ബ്രോൺസൺ റീഡിന്റെയും കോഡി റോഡ്സിന്റെയും നല്ല കിഡിലൻ തിരിച്ചുവരവുകൾ നമുക്ക് ഈ ഒരു മാച്ചിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സർപ്രൈസ് മൊമെന്റുകളും ഈ ഒരു സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ ഇന്നത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് മാച്ച് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. വെൽക്കം ടു WWE മലയാളം ഗോസിപ്സ്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് തുടങ്ങിയത് തന്നെ ടാഗ് ടീം മാച്ച് ആയിട്ടായിരുന്നു. റോ ബ്രാൻഡിലെ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്ന ആ ഒരു ഫ്യൂഡായിട്ടുള്ള സെത്ത് റോളിൻസിൻ്റെയും CM പങ്കിൻ്റെയും മാച്ച് തന്നെയായിരുന്നു ആദ്യം തന്നെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ നടന്നിട്ടുണ്ടായിരുന്നത്. സെത്ത് റോളിൻസും ബ്രോൺ ബ്രേക്കറും ടീമായിക്കൊണ്ട് സാമി സെയിനെതിരെയും CM പങ്കിനെതിരെയുമായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. 4 പേര് നന്നായിട്ട് തന്നെ ആ ഒരു മാച്ചിൽ ഉടനീളം മത്സരിക്കുന്നത് നമ്മൾ കണ്ടു. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ഒരു ഹെല്ലുവൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാമി സെയിൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പോൾ സെത്ത് റോളിൻസ് സാമി സെയിൻ്റെ കാല് പിടിച്ച് വലിച്ചു. സെത്ത് റോളിൻസിനെ CM പങ്ക് അറ്റാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് സാമി മറ്റൊരു സൈഡിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഹെല്ലുവൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ പോൾ ഹേമൻ കാല് പിടിച്ച് വലിച്ചു. അപ്പോഴേക്കും റഫറി അവിടെ നിന്നും പോൾ ഹേമനെ വിലക്കുകയുണ്ടായി. എന്നാൽ ഇതിൽ നിന്നൊന്നും തന്നെ തീർന്നിട്ടില്ല. അപ്പോഴതാ അനൗൺസർ ടേബിളിൻ്റെ ആ ഒരു സൈഡിൽ നിന്നും മറ്റൊരു വ്യക്തി വന്നുകൊണ്ട് CM പങ്കിൻ്റെ മുകളിലേക്ക് ഒരു ഒറ്റ ചാട്ടം. അത് മറ്റാരുമായിരുന്നില്ല, ബ്രോൺസൺ റീഡായിരുന്നു. ഇത് നോക്കി നിന്നിട്ടുണ്ടായിരുന്ന സാമി സെയിനെ ഒരു സ്പിയർ ചെയ്തുകൊണ്ട് ബ്രോൺ ബ്രേക്കർ തോൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ ബ്രോൺ ബ്രേക്കർ ആൻഡ് സെത്ത് റോളിൻസ് തന്നെ ആ ഒരു മാച്ചിൽ വിജയിച്ചു. സെത്ത് റോളിൻസിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാൾ തന്നെയായിരുന്നു ബ്രോൺസൺ റീഡ്. അതുകൊണ്ട് തന്നെ ബ്രോൺസൺ റീഡ് വന്നപ്പോൾ സെത്ത് റോളിൻസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രോൺ ബ്രേക്കർ മുൻപിൽ നിന്നുകൊണ്ട് തടഞ്ഞു വെക്കുകയുണ്ടായി. പക്ഷെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഒരു വൻ ട്വിസ്റ്റിന്റെ തുടക്കം തന്നെയായിരുന്നു. അതെ, ബ്രോൺസൺ റീഡിനെ സെത്ത് റോളിൻസ് കെട്ടിപ്പിടിക്കുന്നതും ബ്രോൺസൺ റീഡിനെ സെത്ത് റോളിൻസ് അദ്ദേഹത്തിന്റെ ആ ഒരു ഹീൽ ഫാക്ഷനിലേക്ക് ആഡ് ചെയ്യുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ സെത്ത് റോളിൻസ്, ബ്രോൺസൺ റീഡ് ആൻഡ് ബ്രോൺ ബ്രേക്കർ ഇവർ 3 പേരുമാണ് ഇനി മുതൽ ആ ഫാക്ഷനിലെ മെമ്പേഴ്സ്. എന്തായാലും ഇവരൊരു കിഡിലൻ ടീമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി റോമൻ റീൻസിന്റെ വരവിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ആരും തന്നെ കാത്തിരിക്കാത്ത ജോൺ സീന വേഴ്സസ് R-Truth തമ്മിലുണ്ടായിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം ട്രൂത്തിനെ തൻ്റെ ചാമ്പ്യൻഷിപ്പ് ഉപയോഗിച്ച് സീന തല്ലാൻ വേണ്ടി പോയി. പക്ഷേ റഫറി പറഞ്ഞു ഇത് തല്ലിക്കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആവുമെന്ന്. സീന നോക്കി ട്രൂത്തിൻ്റെ മുഖം കണ്ടപ്പോൾ സീനക്ക് പാവം തോന്നി. സീന ആ ഒരു ചാമ്പ്യൻഷിപ്പ് റഫറിയുടെ കയ്യിലേക്ക് കൊടുത്തു. റഫറി ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൊടുക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ലോ ബ്ലോ കൊടുത്തു, ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തു. അങ്ങനെ ജോൺ സീന ആ ഒരു മാച്ചിൽ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം ചാമ്പ്യൻഷിപ്പ് ഉപയോഗിച്ച് R-Truthന്റെ തലമണ്ട അടിച്ച് പൊട്ടുകയും ചെയ്തു. അതോടുകൂടി ആ ഒരു മാച്ച് അവിടെ അവസാനിക്കുകയുണ്ടായി. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ജെ ഉസോ നടന്നു വരുന്നത് കണ്ടു. ജെ ഉസോയുടെ മുൻപിലേക്ക് ജോൺ സീന വന്നു. നീയും ലോഗൻ പോളും ഇന്ന് മത്സരിക്കുന്നുണ്ടെന്ന് കേട്ടു. ലോഗൻ പോൾ ചാമ്പ്യനായി മാറുകയാണെങ്കിൽ റസ്ലിംഗ് എന്തായാലും നശിക്കും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നെല്ലാം തന്നെ സീന ജെ ഉസോയോടായിട്ട് പറയുകയുണ്ടായി. അങ്ങനെ അടുത്ത മാച്ച് എത്തുകയുണ്ടായി. ഡ്രൂ മെക്കിൻഡർ വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് തമ്മിലുള്ള സ്റ്റീൽ കേജ് മാച്ചായിരുന്നു. 2 പേരും എജ്ജാതി പെർഫോമൻസ് ആണെന്നറിയാമോ. നല്ല കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. ഒരു ചെയർ ടേൺ ബക്കിളിൻ്റെ അവിടെ വെച്ച് ഡാമിയൻ പ്രീസ്റ്റിൻ്റെ തല അതിൻ്റെ മുകളിൽ വെച്ച് സാൻഡ്വിച്ച് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഡ്രൂ മെക്കിൻഡർ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓടി വന്ന് ക്ലെമറിക്കൊക്കെ ചെയ്തു. പക്ഷേ ഡാമിയൻ പ്രീസ്റ്റ് അവിടെ നിന്നും മാറി. പിന്നീട് ആ ചെയർ ഉപയോഗിച്ചുകൊണ്ട് മെക്കിൻഡറിൻ്റെ തലമണ്ട അടിച്ച് പൊളിക്കുകയുണ്ടായി. കഴുത്ത് കടിച്ച് ഞെരിക്കുകയുണ്ടായി. മെക്കിൻഡറിൻ്റെ തലയുടെ കീഴെ ഒരു ചെയർ വെച്ച് മറ്റൊരു ചെയർ കൊണ്ട് മെക്കിൻഡറിൻ്റെ തലക്കിട്ട് സാൻഡ്വിച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു ഡാമിയൻ പ്രീസ്റ്റ്. അതോടുകൂടി ഡാമിയൻ പ്രീസ്റ്റ് വിജയിച്ചു. അതായത് ഡാമിയൻ പ്രീസ്റ്റ് സ്റ്റീൽ കേജിൽ നിന്നും ഇറങ്ങി പോവുകയുണ്ടായി. അങ്ങനെ ഡാമിയൻ പ്രീസ്റ്റ് വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഇവർ തമ്മിലുള്ള ഫ്യൂഡ് ഇതോടുകൂടി അവസാനിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നീടായിരുന്നു ഞാൻ തീരെ കാത്തിരിക്കാത്ത ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ജെ ഉസോ വേഴ്സസ് ലോഗൻ പോൾ തമ്മിലുണ്ടായിരുന്ന മാച്ച്. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മാച്ചായിട്ട് ഈ ഒരു മാച്ച് മാറുകയുണ്ടായി. അത് മാച്ചിൻ്റെ പെർഫോമൻസ് കൊണ്ടല്ല, ആ മാച്ചിലെ സ്റ്റോറി ലൈൻ കൊണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ 2 പേരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ലോഗൻ പോളും നന്നായി ജെ ഉസോക്കെതിരെ മത്സരിക്കുകയുണ്ടായി. പക്ഷേ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിജയിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഏറ്റവും അവസാനം ജെ ഉസോ വിജയിക്കുമെന്ന് ഉറപ്പായി നിൽക്കുന്ന ഒരു മൊമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ലോഗൻ പോളിനെ ഒരു സൂപ്പർ കിക്ക് ചെയ്തു. എന്നിട്ട് ടേൺ ബക്കിളിൻ്റെ മുകളിൽ നിന്നും ഒരു ഫ്രോഗ് സ്പ്ലാഷ് ചെയ്തു. എന്നിട്ട് പിൻ ചെയ്യുന്ന ജെ ഉസോ. ആ പിൻ ചെയ്യുന്ന ആ മൊമെൻറ്റിൽ തന്നെയായിരുന്നു റഫറി പെട്ടെന്ന് തന്നെ പുറകിലോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അതാ വരുന്നു പുറകിൽ നിന്നും ജോൺ സീന. റെസ്ലിംഗ് നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ജോൺ സീന വന്നുകൊണ്ട് റഫറിയെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. ജെ ഉസോയെ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. പക്ഷേ സീനയ്ക്ക് അധിക നേരം അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അതാ വരുന്നു കോഡി റോഡ്സ്. അതെ, റെസ്ൽമേനിയ 41 കണ്ടിട്ടുണ്ടായിരുന്ന കോഡി റോഡ്സ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലായിരുന്നു. കോഡി റോഡ്സ് വന്നുകൊണ്ട് ജോൺ സീനയെ ഒരു ക്രോസ് റോഡ്സ് ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞ് ജെ ഉസോ ലോഗൻ പോളിനെ ഒരു സ്പിയർ ചെയ്തു. ജെ ഉസോ ആ ഒരു മാച്ചിൽ വിജയിച്ചു ഉടനെ തന്നെ കോഡി റോഡ്സ് മൈക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു, ഇനി അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് മണി ഇൻ ദ ബാങ്ക് ആണ്. ഈ ഒരു മണി ഇൻ ദ ബാങ്കിൽ ഞാനും ജെ ഉസോയും ടീമായി വരും. നീയും ലോഗൻ പോളും കാത്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ടാഗ്
ടീം മാച്ച് ആയിരിക്കും മണി ഇൻ ദ ബാങ്കിൽ നടക്കുക എന്നുള്ളതും WWE കൺഫേം ചെയ്തു. അപ്പോൾ അതായിരുന്നു സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ്. നിങ്ങളുടെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തതായിട്ട് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഗായ്സ്.